സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിന് ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഗൗരിനെയാണ്. അപ്പൊ ഗൗരിയെ ഭീഷണിപ്പെടുത്താനായിട്ട് എത്തിയിരിക്കുകയാണ് നമ്മുടെ നന്ദനയും പ്രീതിയും മെഹറും ഒക്കെ കൂടി ചേർന്ന്. അപ്പം വേഗം തന്നെ അയ്യോ മോളെ പേടിപ്പിക്കല്ലേ എന്ന് പറഞ്ഞു. വേണ്ട, അതൊന്നും വേണ്ട എന്ന് പറഞ്ഞു. എന്താന്ന് വെച്ചാലേ മറ്റൊന്നും കൊണ്ടല്ല, സൂപ്രണ്ടിനോട് ഇവള് കംപ്ലൈന്റ് ചെയ്താൽ നമുക്കത് ദോഷം ചെയ്യും, അതുകൊണ്ട് വേണ്ട എന്നിവരിങ്ങനെ പറഞ്ഞു. മോള് പൊക്കോ എന്ന് വേഗം ഗൗരിയോട് പറഞ്ഞിട്ട് ഗൗരി ഇങ്ങനെ നടക്കുമ്പോൾ ഇടംകാലിട്ട് വീഴിക്കുകയാണ് ഇവള്. അപ്പം ഗൗരി നാലുകാലെ തന്നെ പിടിച്ചു നിന്നു. അപ്പൊ ഗൗരി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഈ സമയത്താണ് സൂപ്രണ്ട് അങ്ങോട്ടേക്ക് വരുന്നത്. പൂജ അങ്ങോട്ടേക്ക് വന്നിട്ട് എന്താ ഇവിടെ ഒരു ബഹളം? ഗൗരി ഇവിടെ വന്ന് തെന്നി വീണതാ മേഡം എന്ന് പറഞ്ഞു. ഓ എഴുന്നേക്ക് എന്ന് പറഞ്ഞു വേഗം വന്ന് പിടിച്ചു. ഗൗരി, നീ തെന്നി വീണത് തന്നെയാണോ എന്ന് ചോദിച്ചു. അപ്പം അതെ മേഡം, ഞാൻ തെന്നി വീണത് തന്നെയാ, അറിയാതെ തെന്നി പോയതാ എന്ന് പറഞ്ഞു ഗൗരി. അപ്പൊ ഗൗരി എന്തോ തീരുമാനിച്ച് തന്നെ ഉറപ്പിച്ചു. എന്നിട്ട് എടോ താൻ പ്രഗ്നന്റ് അല്ലേ, താൻ ഒന്ന് സൂക്ഷിക്കണ്ടേ എന്നിങ്ങനെ ചോദിച്ചോ. തനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല മേഡം, എന്നാ പിന്നെ ജോലി നടക്കട്ടെ എന്ന് പറഞ്ഞ സൂപ്രണ്ട് അങ്ങ് പോയി. അപ്പൊ ഗൗരി ഒന്നും മിണ്ടിയില്ല. ഇപ്പൊ നിനക്ക് സൂപ്രണ്ടിനോട് കംപ്ലൈന്റ് ചെയ്യണ്ടേ? എന്താ, നിനക്കും നിന്റെ കുഞ്ഞിനും ജീവനോടെ ഈ ജയിലിൽ നിന്ന് പുറത്തു പോണെങ്കിലേ ഞങ്ങളെ പേടിച്ചും അനുസരിച്ചും വേണം ഇവിടെ കഴിയാനായിട്ട്, മനസ്സിലായല്ലോ? വാടി എന്ന് പറഞ്ഞ് ഇവളമാരെയും കൂട്ടിക്കൊണ്ട് ഇവരങ്ങോട്ടേക്ക് പോയി. അപ്പൊ ഗൗരി ഇങ്ങനെ ഒന്നും മിണ്ടിയില്ല കുറച്ചു നേരത്തേന്. എന്നാ പിന്നെ ഇത് അങ്ങനെ ആകട്ടെ എന്നുള്ള മട്ടില് ആള് കുറെ നേരം ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇങ്ങനെ നിന്നു. അപ്പൊ കുഞ്ഞിന്റെ വയറ്റിൽ ഇങ്ങനെ കൈയൊക്കെ വെച്ച് നോക്കണം. കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പിച്ചു ആള്. പിന്നെ നമ്മൾ കാണുന്നത് ശങ്കറിനെയാണ്. അപ്പൊ ശങ്കർ അതെ വീട്ടിൽ വന്ന് കുടിച്ചു ഒരു പരുവായി ആള്. അപ്പൊ ശങ്കർ വീണ്ടും ഇങ്ങനെ മദ്യപിക്കുകയാണ്. അപ്പൊ വേഗം തന്നെ ഗൗരിയെ കുറിച്ചാണ് പിന്നെ ആലോചിക്കുന്നത്. അളിയൻസിനെ രക്ഷിക്കാനുള്ള പണം നീ തന്നെ ആയിരിക്കൂട്ടോ നിന്റെ ഏട്ടനെ പുറത്താക്കുന്നത്, ഇത് ശങ്കർ ഭായിയുടെ വാക്കാ എന്നൊക്കെ പറഞ്ഞ ശങ്കർ നിർബന്ധിച്ച് ഗൗരിയെ കൊണ്ട് പണം കൊണ്ടേ കോടതിയിൽ കൊടുത്തപ്പോഴത്തേനും കള്ളനോട്ടാണെന്ന് പറഞ്ഞ ഗൗരി തലകിഴങ്ങി വീണതും പിന്നെ ഗൗരി ഗർഭിണിയാന്ന് പറഞ്ഞ കാര്യങ്ങളും ഒക്കെ ആലോചിച്ച് ശങ്കറിനാകെ ഭ്രാന്ത് പിടിച്ചിട്ട് വീണ്ടും ആക്രാന്തം പിടിച്ച് ഇങ്ങനെ കുടിക്കാണ്. ഒരു സമനില തെറ്റിയ പോലെ ആള് പിന്നെ ഗൗരി ഞാൻ ജയിൽ വേഷവും കൂടെ അതുകൊണ്ട് മനസ്സിലേക്ക് വന്നപ്പോ തന്നെ ശങ്കറിന്റെ സകല സമനിലയും തെറ്റി. ശങ്കർ വേഗം തന്നെ കയ്യിലിരുന്ന കുപ്പിയെടുത്ത് തല്ലി പൊട്ടിച്ചിട്ട് കൈയുടെ വെയിൻ അങ്ങ് കട്ട് ചെയ്യാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് ഈ രക്തമൊക്കെ കണ്ട ആൾ ആസ്വദിച്ചിരിക്കുമ്പോഴാണ് കമല അങ്ങോട്ടേക്ക് വന്നത്. ശങ്കർ, നീ എന്തീ കാണിക്കുന്നത് എന്ന് പറഞ്ഞ കയ്യിലിരുന്ന കൊപ്പിയുടെ കഷ്ണം വാങ്ങിച്ച് ഒരൊറ്റ ഏറ് വെച്ച് കൊടുത്തു കമല. എന്നിട്ട് അവിടെ ഇരുന്ന തുണിയൊക്കെ എടുത്ത് ഇങ്ങനെ ചുറ്റാണ് കേട്ടോ. നീ എന്ത് പണിയായി കാണിക്കുന്നത് ശങ്കറെ? നീ ഇങ്ങനെ കുടിച്ച് ചാകാനാണോ നിൽക്കുന്നത്? നിനക്ക് നിന്റെ കുഞ്ഞിനെയും അതുപോലെ തന്നെ കുഞ്ഞിന്റെ അമ്മയെയും കുറിച്ച് വല്ല ധാരണയോ ചിന്തയോ എന്തെങ്കിലും ഉണ്ടോ? എന്നിട്ടാണോ നീ ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നത്? ഭാഗ്യം ആഴത്തിലുള്ള മുറിവല്ല, അവിടെ ഞാൻ തോറ്റുപോയി. അല്ല കമലടത്തി, എല്ലായിടത്തും ഞാൻ തോറ്റുപോവാ. ഇവിടെയെങ്കിലും എനിക്കൊന്ന് ജയിക്കണം, ജയിച്ചേ പറ്റൂ. എടാ, ഗൗരിക്കും നിന്റെ കുഞ്ഞിനും നീ അല്ലാതെ മറ്റാരുമില്ല, അത് നീ മനസ്സിലാക്ക. കുറ്റബോധം കൊണ്ട് സ്വയം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നതിന് മുൻപ് നീ അവരെ കുറിച്ചുകൂടി ഒന്ന് ഓർത്തു നോക്ക് എന്ന് പറഞ്ഞു. കമലടത്തി പറ കമലടത്തി എന്ന് പറഞ്ഞു. എന്റെ ഗൗരിയെ കുറിച്ചും എന്റെ കുഞ്ഞിനെ കുറിച്ചും ഉള്ള ഓർമ്മകളാ എന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്, അല്ലാതെ എന്താ കമലടത്തി എന്നൊക്കെ ചോദിച്ചു കമലയോട് ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആള് ചുമ്മാ ഇരുന്ന് ചിരിക്കോ കരയോ ഒക്കെ ചെയ്യാണ്. ഭയങ്കരമായിട്ടെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയിലേക്ക് ശങ്കർ മാറി. എന്നിട്ട് കമല അങ്ങ് ഇറങ്ങിപ്പോയി. ഇതൊന്നും കണ്ടിട്ട് കമലയ്ക്ക് സഹിക്കാൻ പറ്റണില്ല. സങ്കടപ്പെട്ടാണ് കമല ഇറങ്ങി പോണത്. എന്നിട്ട് ശങ്കർ ഇതൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്ന് ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. പിന്നെ നമ്മൾ കാണുന്നത് ശ്യാം സാറിന്റെ വീട്ടിലാണ് കേട്ടോ. അപ്പൊ വേണി ഭയങ്കര പാചകത്തിലാണ്. ആളെന്തൊക്കെയോ ഭയങ്കര പുതിയ ഡിഷസ് ഒക്കെ ഉണ്ടാക്കി. അപ്പൊ മുത്തശ്ശി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. വേണിമോളെ, നീ എന്താ പരിപാടി എന്ന് ചോദിച്ചു. നീ പാചകം തുടങ്ങിയോ? എന്താ മോൾ ഉണ്ടാക്കുന്നത്? അല്ല മുത്തശ്ശി, എനിക്ക് വേറൊന്നും അല്ലെന്നേ, ഉച്ചയ്ക്ക് കഴിക്കാനുള്ളതാന്നേ, മറ്റൊന്നുമല്ല, ഒറ്റ അടുപ്പല്ലേ ഉള്ളൂ. പെട്ടെന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോന്നേ, അതുകൊണ്ടേ മുത്തശ്ശി എനിക്കധികം കറികളൊന്നും വേണ്ടാത്തോണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. മോളെ, ആരതേ ഒരു തമാശ പറഞ്ഞു എന്ന് കരുതി നീ ഇത്രയും കാര്യമായിട്ട് എടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. അല്ല മുത്തശ്ശി, മറ്റൊന്നും കൊണ്ടല്ല, ആരതി പറഞ്ഞത് കറക്റ്റ് അല്ലേ? ഈ വീട്ടിലിരിക്കുന്ന മുഴുവൻ പാത്രങ്ങളും നമ്മുടെ നന്ദിനിയമ്മ വാങ്ങിയത് തന്നെയല്ലേ? അത് ശരിയുള്ള കാര്യം തന്നെയല്ലേ?
നമ്മുടെ നന്ദിനിയമ്മയുടെ കയ്യിൽ നിന്ന് പച്ചവെള്ളം പോലും വാങ്ങി കുടിക്കില്ല എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുള്ളതല്ലേ. അതുകൊണ്ട് ഞാൻ നന്ദിനിയമ്മ വാങ്ങിയ പാത്രത്തിൽ പാചകം ചെയ്യുന്നത് ശരിയായിട്ടുള്ള കാര്യമാണോ? ഇത്രയൊക്കെ വേണോ മോളെ? കൈപിടിച്ച് ഞാൻ ഈ വീട്ടിൽ വന്ന ശേഷം ഞാനിവിടെ ഒരുപാട് കുറുമ്പും കുശുമ്പും അഹങ്കാരങ്ങളും ഒക്കെ കാണിച്ചിട്ടുണ്ട്. എന്തിന്? മുത്തശ്ശി അടക്ക പലരെയും പല രീതിയിൽ ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, അത് സത്യമാണ്. പക്ഷെ ഇപ്പൊ ഞാൻ ഈ ചെയ്യുന്നത് 100% ശരിയാണ് എന്നുള്ള ബോധ്യം ഈ വേണിയുടെ മനസ്സിൽ ഉള്ളത് കൊണ്ടാട്ടോ മുത്തശ്ശിയെ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇക്കാര്യത്തില് മുത്തശ്ശി എനിക്കൊരു കുറ്റബോധം ഇല്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ നന്ദിനിയമ്മ അതിങ്ങനെ കേട്ടോണ്ട് അപ്പുറത്തിങ്ങനെ നിപ്പുണ്ട്, ഒളിഞ്ഞു നിൽക്കുകയാണ്. നന്ദിനിയമ്മ അവിടെ നിന്ന് ഇങ്ങനെ പറയാ, എന്റെ അമ്മയെന്ന് പറ, 2 അടുക്കള ഒരു വീട്ടിൽ പാടില്ല എന്ന്. അപ്പൊ വേണി തന്നെ പറയാണ്, മുത്തശ്ശി ഒരു വീട്ടില് 2 അടുക്കള പാടില്ല എന്ന് മുത്തശ്ശി ഇടയ്ക്ക് പറയാറുണ്ടല്ലോ, അതാരും പറയാണ്ട് തന്നെ എനിക്കറിയാട്ടോ. പക്ഷെ ആദർശേട്ടൻ തിരിച്ചു വരുന്നവരെ ഈ വീട്ടില് 2 അടുക്കള ഉണ്ടാവൂട്ടോ എന്ന് പറഞ്ഞു. എന്നിട്ട് അയ്യോ ഒരു കാര്യം മറന്നോട്ടോ, കറിവേപ്പില ഞാൻ പൊട്ടിച്ചില്ല. മുത്തശ്ശി ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ കറിവേപ്പില വേഗം പൊട്ടിച്ചിട്ട് വരാട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ വേണി ഇങ്ങനെ പോകുമ്പോഴാണ് നന്ദിനി അമ്മ അവിടെ ഇങ്ങനെ നിന്ന് നോക്കുന്നത് വേണിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പൊ വേണി വേഗം തന്നെ പിന്നെ മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്നിട്ട്, മുത്തശ്ശി ഒരു കാര്യം ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. മറ്റൊന്നുമല്ല, എന്റെ ആദർശേട്ടന് ജാമ്യം കിട്ടി തിരിച്ചു വരുന്നത് വരെ ഈ കുടുംബത്ത് 2 അടുക്കള എന്തായാലും തൽക്കാലം എല്ലാവരും ഒന്ന് സഹിച്ചേ പറ്റൂട്ടോ. അതിനുശേഷം ആദർശേട്ടൻ തിരിച്ചു വന്നാ പിന്നെ ഈ വീട്ടില് ഒറ്റ അടുക്കള ഉണ്ടാവുള്ളൂ കേട്ടോ, അത് ഉറപ്പാ എന്നൂടെ വേണി പറഞ്ഞു. എന്നിട്ട് വേണി ഇറങ്ങി പുറത്തേക്ക് അങ്ങ് പോവാണ്. അപ്പൊ നന്ദിനി അമ്മ നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്നിട്ട്, അമ്മേ ആ വേണി ഇപ്പൊ പറഞ്ഞതിന് അർത്ഥം എന്താ അമ്മേ എന്നിങ്ങനെ ചോദിച്ചു. അപ്പൊ മുത്തശ്ശി ഒന്നും മിണ്ടിയില്ല, മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക. ആദർശ് പുറത്തിറങ്ങിയാല് അവര് വീട് മാറും എന്നല്ലേ അമ്മേ എന്ന് ചോദിച്ചോ. എന്റെ ഈശ്വര, ഞാൻ ചെയ്ത ഒരു തെറ്റ് എന്റെ കുടുംബം തന്നെ ചിഹ്നഭിന്നമാക്കുവാണല്ലോ എന്ന് നന്ദിനി ഇങ്ങനെ പറഞ്ഞു. അമ്മേ ഞാനിപ്പോ ഇനി എന്താ ചെയ്യേണ്ടതാ, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഒന്നും മിണ്ടാതെ മുത്തശ്ശി അങ്ങ് പോയി. മുത്തശ്ശിക്ക് സങ്കടമായി. അപ്പൊ നന്ദിനി അമ്മയാണെങ്കിൽ ഇനി ഒന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല. നന്ദിനി അമ്മ അത്രയ്ക്ക് ക്രൂരതയാണ് വേണിയോട് ചെയ്തത്, ഒരിക്കലും വേണിക്ക് പൊറുക്കാൻ പറ്റാത്ത അത്ര തെറ്റ്. പിന്നെ കാണുന്നത് മഹാദേവനെയാണ്. പിന്നെ മഹാദേവനും രാധാമണിയും പിന്നെ ഗംഗയുണ്ട്, വക്കീലും ഉണ്ട്. എന്റെ ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി എന്റെ മോനെ ഗതി വരുത്തിയല്ലോ. ഇന്ന് കമല കണ്ടതുകൊണ്ട് മാത്രം അവൻ രക്ഷപ്പെട്ടത്. ഇനി അപ്പം വക്കീല്, മഹാദേവൻ സാറേ ഉള്ള സത്യം ഞാൻ പറയാലോ, നമ്മുടെ ശങ്കരൻ കുഞ്ഞ് ആൽക്കഹോളിക്കായി മാറിക്കഴിഞ്ഞു കേട്ടോ, ഞാൻ പറയുന്നത് സത്യം തന്നെയാ എന്ന് പറഞ്ഞു. മഹാദേവൻ ഇങ്ങനെ വക്കീലിനെ ഒന്ന് നോക്കി. അതെ, മറ്റൊന്നും കൊണ്ടല്ല എന്റെ പൊന്നു മഹാദേവ സാറേ, ആൽക്കഹോളിക്കായ ഒരു മനുഷ്യൻ എപ്പോ എന്തുട്ടാ ചെയ്യുന്നതെന്നൊന്നും ആർക്കും ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. അതെ, ഇപ്പൊ കൈയുടെ ഞരമ്പാണെങ്കിൽ നാളെ കഴുത്തിന്റെ ആയിരിക്കും. ഡോ പേരട്ട വക്കീലേ, നിർത്തടോ, താൻ എന്താണോ ഇപ്പൊ പറഞ്ഞത് എന്ന് ചോദിച്ച് വക്കീലിന്റെ കൊങ്ങ കയറി പിടിക്കുകയാണ്. അപ്പൊ താൻ എന്താടോ പറഞ്ഞത്? എന്റെ കൂട്ടുശങ്കരൻ ചത്തു തൊലയുന്ന എന്റെ മുന്നിൽ വെച്ച് പറയാൻ തനിക്ക് എങ്ങനെ ധൈര്യം വന്നടോ എന്നിങ്ങനെ ചോദിച്ചോ. എടോ അതെ, അവൻ ആരാണെന്നറിയോ? ചാരങ്ങാട്ട് മഹാദേവന്റെ പൊന്നുമോനാടോ, പൊന്നുമോൻ. സംഭവിച്ചാലുണ്ടല്ലോ ചാരങ്ങാട്ട് മഹാദേവനെ ഒരിക്കലും സഹിക്കില്ല എന്ന് പറഞ്ഞു. ദേവമാമേ എന്ന് വിളിച്ചു ഗംഗ. മോളെ, ഈ പരട്ട വക്കീല് പറഞ്ഞത് കേട്ടില്ലേ മോളെ എന്ന് ചോദിച്ചു. ഇയാളെ തല്ലിക്കൊല്ലുവല്ലേ ചെയ്യേണ്ടത്? അയ്യോ വേണ്ട, ശങ്കരനെ കുറിച്ച് ഓർത്ത് ദേവമാമയ്ക്ക് ഇപ്പൊ വേദനയുണ്ടല്ലേ, പക്ഷേങ്കില് ഇനി വേദനിച്ചിട്ട് എന്താ ദേവമാമയെ കാര്യം എന്ന് ചോദിച്ചു ഗംഗ. അവനെ ഈ അവസ്ഥയിലാക്കിയത് ആരാ? അപ്പൊ വേഗം രാധാമണി. അതോ, എല്ലാത്തിനും കാരണക്കാരി അവൾ ഒറ്റയെഴുത്തിയോ ആ ഗൗരി, അവള് മാത്രമാ. അവള് ജയിലിലാണെങ്കിലും എന്റെ മോൻ രക്ഷപ്പെടുമെങ്കിലും ഞാൻ കരുതി. രാധമ്മായി ജയിലിൽ കിടക്കുന്നത് രാധമ്മായിയുടെ മരുമകൾ ഗൗരി മാത്രമല്ല, രാധമ്മായിയുടെ പേരക്കുട്ടിയുടെ അമ്മ കൂടിയാ, അത് മറന്നു പോകരുത് രാധമ്മായി. അപ്പൊ ദേവമാമേ എത്രയും പെട്ടെന്ന് എവിടെയെങ്കിലും കൊണ്ടുപോയി ചികിത്സിപ്പിച്ചില്ല എങ്കിൽ അവൻ ചത്തുപോകും രാധാമാമേ, ഒരു സംശയമില്ല. മഹാദേവ സാറേ, ഗംഗക്കുഞ്ഞിന്റെ ഇതേ അഭിപ്രായം തന്നെയാട്ടോ എനിക്കും എന്ന് വക്കീലും പറഞ്ഞു. അപ്പൊ ഏതെങ്കിലും ഒരു ഡി അഡിക്ഷൻ സെന്ററില് ശങ്കരൻ കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്തേ പറ്റൂ എന്നിവര് തീരുമാനിച്ചു. അതിന് തൃശ്ശൂര് വേണ്ടട്ടോ, അതെ നാട്ടുകാരറിയും, അതാ ഞാൻ പറയണത്. എന്താ നിങ്ങൾ ആലോചിച്ച് നിൽക്കുന്നത്? എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും കൊണ്ടുപോയി എന്റെ മോനെ ഒന്ന് ചികിത്സിപ്പിക്ക, അവനെ പഴയ പടി ഒന്ന് ആക്കി കണ്ടാ മതി എനിക്കെന്ന് പറഞ്ഞു. എടി മണ്ട് യോധെ, നീ എന്താടി ഈ പറയണത് എന്ന് ചോദിച്ചു.
അവനെ ചികിത്സിപ്പിക്കണം എന്ന് നമ്മൾ മാത്രം ആഗ്രഹിച്ചാ പോരല്ലോ, അവനോട് അതിനെ സമ്മതിക്കണ്ടേ? അവനെ എങ്ങനെ ചികിത്സിപ്പിക്കാൻ കൊണ്ടുപോകും എന്ന് ചോദിച്ചു. അവരെ സമ്മതിക്കില്ല. എടോ വക്കീലെ, ബലമായിട്ട് പിടിച്ചോണ്ട് പോവാം എന്ന് വെച്ചാല് അതിപ്പോ ആരാണെങ്കിലും നടക്കും. പക്ഷെ ശങ്കറിന്റെ കാര്യത്തില് അതും നടക്കില്ല കേട്ടോ. അതെന്താന്ന് വെച്ചാല് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ തന്നാല് അവരെ പിടിച്ചു കെട്ടാൻ ചെന്നവരെ എല്ലാവരെയും ശങ്കരൻ കുഞ്ഞ് എല്ലാവരെയും നിരത്തടിച്ച് കീറും എന്നുള്ള കാര്യം ഒരു സംശയമില്ല. അപ്പൊ ചികിത്സിപ്പിക്കണ്ട എന്നാണോ വക്കീലെ നിങ്ങൾ പറയണത്? അവൻ എന്നും ഇങ്ങനെ അവളെ മാത്രം ഓർത്ത് ഭ്രാന്തിയായി ജീവിക്കട്ടെ എന്നാണോ? എന്റെ പൊന്നു രാധ, നീ ഒന്നും മിണ്ടാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു മഹാദേവൻ. അപ്പൊ എടോ വക്കീലെ, തൻ്റെ അവനെ ആശുപത്രി വരെ എത്തിക്കാനായിട്ട് തൻ്റെ കുരുട്ട് ബുദ്ധിയിൽ എന്തെങ്കിലും വഴി തോന്നുന്നുണ്ടോ? ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയും കാണുന്നില്ല എന്ന് പറഞ്ഞു. അമ്മേ, ഒരു വഴിയുണ്ട് എന്ന് പറഞ്ഞു. എങ്ങനെ എന്ന് ചോദിച്ചു. അതെ, ദേവമാമ വിചാരിച്ചാല് ശങ്കറിനെ നമുക്ക് ഡി അഡിക്ഷൻ സെന്ററിൽ എത്തിക്കാൻ പറ്റും. ഗംഗമോള് പറ, എന്താണെങ്കിലും ദേവമാമ ചെയ്യാം എന്ന് പറഞ്ഞു. പറയാം എന്ന് പറഞ്ഞ് ഗംഗ ഒരഭിപ്രായം നമ്മുടെ മഹാദേവനോട് പറയാണ് കേട്ടോ. മഹാദേവൻ അതൊന്ന് കേൾക്കുന്നു. പിന്നെ നമ്മുടെ ഗൗരീനെയാണ്. ആളെ പുസ്തകമൊക്കെ വായിച്ച് ഭയങ്കര സന്തോഷത്തിലാണ്. നമ്മുടെ കുഞ്ഞു കുട്ടികളുടെ ഫോട്ടോ ഒക്കെയുള്ള ഒരു പുസ്തകം, അതായത് അമ്മമാര് വായിക്കുന്ന ചെറിയ ചെറിയ പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിച്ച് ലൈബ്രറിയിൽ നിന്ന് ആളിങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് വാർഡൻ നമ്മുടെ മെഹ്റൂനെയും പ്രീതിനെയും ഒക്കെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത്. അവരെ അടുത്ത ഡ്യൂട്ടി ഏൽപ്പിച്ചിരിക്കുകയാണ് ഇവക്കിട്ട് പണി കൊടുക്കാനായിട്ട്. അപ്പം ഈ സമയത്ത് നമ്മുടെ അമ്മ ഇത് കാണുന്നുണ്ട് കേട്ടോ, അപ്പുറത്ത് മാറി നിന്ന്. ഒന്നും വേണ്ടിയില്ല, അമ്മ ഇതിങ്ങനെ നോക്കി നിന്നിട്ട്, എന്റെ ഈശ്വര, എന്തോ ഒരു കുഴപ്പം ഒപ്പിക്കാനുള്ള പരിപാടിയാണെന്നാണല്ലോ തോന്നണത്. എന്നാ നിങ്ങൾ പോയി നിങ്ങളുടെ പണി തുടങ്ങുക എന്ന് പറഞ്ഞ് പൂജ ഇവരെ ഇങ്ങോട്ട് പറഞ്ഞു വിടുകയാണ്. അപ്പൊ അവരങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ആള് ഭയങ്കര സന്തോഷത്തിലായിരിക്കുന്നത്. ഇവളുമാര് വന്നു. അപ്പൊ നിന്റെ അനക്കമൊക്കെ ഞാൻ അറിയുന്നുണ്ട് കേട്ടോ. ഈ പടത്തിലെ കുഞ്ഞിനെക്കാളും സുന്ദരനാണ് നീ, അങ്ങനെയല്ലേ നീ എന്നോട് പറയണത്? എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ആള് വയറത്ത് കൈ വെച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. ഭയങ്കര സന്തോഷത്തിലൊക്കെ ആയിരുന്നു ഗൗരി. അപ്പോഴാണ് ഇവരുടെ വരവ്. ഇവര് വന്നു, നേരെ കാലുകൊണ്ട് ഇവളെ പുസ്തകം അങ്ങ് തട്ടിത്തെറിപ്പിച്ചു. അതെ, ഗൗരിമോളെ ലക്ഷ്യം വെച്ചാണല്ലോ പോണത്, അതിനെ ഉപദ്രവിക്കാനെങ്ങാണ്ട, അത് ഉറപ്പാ എന്ന് ഈ അമ്മയ്ക്ക് ഉറപ്പായി. അമ്മ അപ്പൊ വേഗം തന്നെ വേണ്ട അവരുടെ അടുത്തേക്ക് എത്തുകയാണ് കേട്ടോ. അപ്പൊ ഗൗരിയുടെ പുസ്തകം ഒന്ന് തട്ടിത്തെറിപ്പിച്ചു. ഒന്നും വേണ്ടിയില്ല. ഗൗരി വീണ്ടും എടുക്കാൻ ചെന്നപ്പോഴത്തേനും അവര് വീണ്ടും അത് തട്ടി അങ്ങ് തെറിപ്പിച്ചു കേട്ടോ. അപ്പൊ ഇത് കണ്ടപ്പോ തന്നെ ഗൗരിക്ക് സഹിക്കാൻ പറ്റിയില്ല. അക്ഷരാണ്, അത് ദേവിയാണ്, ഇങ്ങനെ കാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കാനായിട്ട് പാടില്ല. നിങ്ങൾ ആ പുസ്തകം എനിക്ക് തിരിച്ചെടുത്തതാ. പ്രശ്നം ഉണ്ടാക്കണ്ട മോളെ, നീ ഇങ്ങ് വാ എന്ന് പറഞ്ഞു. പ്രശ്നം ഉണ്ടാക്കിയത് ഞാനല്ലമ്മേ, എന്റെ കയ്യിലിരുന്ന ബുക്ക് ഇവരാ തെറ്റിത്തെറിപ്പിച്ചത്. ഇവരെനിക്ക് ആ ബുക്ക് തിരിച്ചെടുത്ത് തരണം. തള്ളേ, ഇവളെ വിളിച്ചോണ്ട് പോ. ആ ബുക്ക് തിരിച്ചെടുത്ത് തരാതെ ഞാൻ പോവില്ല. പ്രീതി, ഇവക്ക് ഇനിയും മതിയായിട്ടില്ലെന്ന് തോന്നോ? നല്ല ഇരിപ്പതായിട്ട് ആ വയറ് നോക്കിയിട്ടൊന്നും കൊടുത്തേ. ഗർഭിണി കൊച്ച, ഒന്നും ചെയ്യരുത് എന്ന് അമ്മ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. എന്നാലും ഇവളിങ്ങനെ ആഞ്ഞിങ്ങോട്ടേക്ക് വന്നു, ഒന്നും നോക്കിയില്ല. മറ്റവളെ പിടിച്ചു വന്നവരെ അങ്ങോട്ട് പിടിച്ചങ്ങോട്ട് തിരിച്ച് തള്ളി അങ്ങോട്ടേക്ക് വിടുകയാണ് കേട്ടോ. നമ്മുടെ കാര്യത്തെ ഞാനൊന്ന് മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറഞ്ഞു. ഇവള് കളരി എന്നുള്ള കാര്യം ഇവർക്കറിയാവോ? ഓടിച്ചെന്ന് അവളുടെ അടുത്തേക്ക് ഒന്നും നോക്കിയില്ല. ഇവളെ പിടിച്ച് 4 ഇടി ഭിത്തിയിലൊക്കെ അങ്ങോട്ട് വെച്ചു കൊടുത്തു ഗൗരി. എന്നിട്ട് മറ്റവളുടെ കഴുത്തിന് ഇങ്ങനെ ലോക്കിട്ട പോലെ നമ്മുടെ യോഗിനിയമ്മ പിടിക്കുന്ന അതേ പിടുത്തം ഉണ്ടല്ലോ, ആ പിടുത്തം കഴുത്തിനങ്ങ് കയറി അങ്ങ് പിടിച്ചു. അപ്പത്തേനും മറ്റവൾ ഓടിച്ചെന്ന് ബുക്ക് എടുത്ത് ഗൗരിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. വേഗം പേടിച്ചു പോയി ഇത് കണ്ടിട്ട്. എന്നിട്ട് ചുമച്ചാകെ ശരിയായി. അയ്യോ തല്ലരുത്, ഇതാ നിന്റെ ബുക്ക് എന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത്. അപ്പൊ ഗൗരി വേഗം ബുക്ക് വാങ്ങി. എന്നിട്ട് ഇവളിങ്ങനെ ചുമച്ച് കുരച്ചാകെ ശ്വാസം കിട്ടാതെ ഇപ്പൊ ചത്തുപോയേനെ. അപ്പോഴേക്കും ഇങ്ങനെ നിൽക്കണം. ഈ സമയത്താണ് നമ്മുടെ പൂജ അങ്ങോട്ടേക്ക് വരണത്. എന്താ എന്താ അവിടെ എന്ന് ചോദിച്ചോണ്ട്. അപ്പൊ ഗൗരി ഒരു ചിരിയൊക്കെ ചിരിച്ചിട്ട്, അതെ ഇവരൊന്ന് തെന്നി വീണതാ മേഡം, വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അതെ, മേഡത്തിന് വിശ്വാസം വരുന്നില്ലെങ്കിൽ ദേ ഇവരോട് തന്നെ അങ്ങ് ചോദിച്ചു നോക്ക്. സത്യ മേഡം, നോക്കി നടക്കണ്ടേ, ഇല്ലെങ്കിൽ തെന്നിയൊക്കെ വീഴും. ഇത് മാത്രല്ല കേട്ടോ, ഇനിയും നോക്കി നടന്നില്ലെങ്കിൽ ഇപ്പൊ സംഭവിച്ചതുപോലെ തന്നെ ഇനിയും സംഭവിക്കും. ഇപ്പം മേഡത്തിന് മനസ്സിലായില്ലേ? നടക്കുമ്പോ സൂക്ഷിക്കണം മേഡം. ആ അതാ ഇതിന്റെ ശരി. അമ്മ വാമേ, അമ്മ അഭിമാനത്തോടു കൂടി തന്നെ സുബ്ബലക്ഷ്മി അമ്മയും കൂട്ടിക്കൊണ്ട് നമ്മുടെ തോളി കൈ ഇട്ടുകൊണ്ട് തന്നെ ഗൗരി അങ്ങോട്ടേക്ക് അഭിമാനത്തോടെ പോവാണ്. എന്നിട്ടൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോ തന്നെ നാണം കെട്ടി ചമ്മി നിൽക്കണം. കിട്ടാനുള്ളതെല്ലാം മേടിച്ചെടുത്തു. ഗൗരിക്കിട്ട് കൊടുക്കാൻ പോയത് തിരിച്ചു വാങ്ങിച്ചെടുത്തു കേട്ടോ.
അപ്പൊ വാർഡൻ ഒന്നും പറയാൻ പറ്റിയില്ല, നാണമായിപ്പോയി. പിന്നെ നമ്മൾ കാണുന്നത് ശങ്കറിനെയാണ്. ശങ്കർ ബോധമില്ലാതെ ആ സോഫയിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോഴാണ് മഹാദേവൻ അവിടെ നിന്ന് ഇറങ്ങി വരുന്നത്. കണ്ടിട്ട് തന്നെ മഹാദേവനെ സഹിക്കണില്ല. മഹാദേവൻ പതുക്കെ വന്നു നമ്മുടെ ശങ്കറിന്റെ അടുത്തിരുന്നു. എടാ മോനെ, നീ ഒന്ന് എഴുന്നേറ്റേടാ, ഇത് എന്തൊരു ഉറക്കാടാ ഇത് എന്ന് ചോദിച്ചോ. നീ ഒന്ന് കണ്ണു തുറക്ക, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ശങ്കർ ഇങ്ങനെ ഇടയ്ക്ക് നോക്കുന്നുണ്ട്, കണ്ണടച്ചു പിടിക്കുന്നു. ഇങ്ങനെ കുടിച്ച് 4 കാലിൽ ബോധമില്ലാതെ നടന്നാ മതിയോടാ? പറ, കൊച്ചിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണ്ടേ? എടാ, നിനക്ക് നിന്റെ ഗൗരിയെ നിനക്ക് ജയിലിൽ നിന്ന് ഇറക്കണ്ടേടാ എന്ന് ചോദിച്ചു. എടാ, നിന്നോടാ ചോദിച്ചത്, ഗൗരിയെ നിനക്ക് രക്ഷിക്കണ്ടേന്ന്. അപ്പൊ ശങ്കർ വേഗം എഴുന്നേറ്റു കേട്ടോ. ആ, വേണം വേണം എന്ന് പറയാണ്. അപ്പൊ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.